ഒന്ന് വിവേകം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഇതും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രം. പാലം കടക്കുവോളം നാരായണ നാരായണ എന്ന ശൈലി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, കേവലം 4 വോട്ടിന് വേണ്ടി ഹൈന്ദവാചാരത്തിൻ്റെ കടക്കൽ കത്തി കുത്തിയിറക്കിക്കൊണ്ട് കാണിച്ചു കൂട്ടിയ കോലാഹലം കേരളത്തെ എത്രമാത്രം സംഘർഷഭരിതമാക്കി എന്ന കാര്യം. അസംഖ്യം അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. എത്ര വാഹനങ്ങൾ തല്ലിത്തകർത്തു, എത്ര ഭക്തന്മാരെ ലാത്തിക്കടിച്ചു, നാമജപത്തെ തെറിജപമെന്ന് വിളിച്ചാക്ഷേപിച്ചു, നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരെ കേസിൽപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു, രാത്രിയുടെ അന്ത്യയാമത്തിൽ പോലീസ് സംരക്ഷണയിൽ കപടഭക്തകളെ ജാക്കറ്റണിയിച്ച് അമ്പലമുറ്റത്തെത്തിച്ച് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി, അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് പോലും വിളിച്ചു പറഞ്ഞു, വനിതാമതിൽ എന്ന പ്രഹസനം നടത്തി, വിട്ടുനിന്നവരെ കുലസ്ത്രീകളെന്ന് പരിഹാസരൂപേണ അഭിസംബോധന ചെയ്തു, സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാൻ എന്നുവരെ പറഞ്ഞു വെച്ചു. പ്രബുദ്ധരായ സൈബർ പോരാളികൾ ആവേശത്തിൽ ഉറഞ്ഞു തുള്ളി. ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശമുന്നയിക്കുന്ന അടിമകൾ സൈബറിടങ്ങളിൽ വിശ്വാസികളെ അവഹേളിച്ചു. വിശ്വാസികൾക്കൊപ്പം നിന്ന ഭരണകർത്താക്കളെല്ലാം മണ്ടന്മാരെന്ന് മുദ്രകുത്തി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തിയപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങി വിശ്വാസ സംരക്ഷകരാകുന്നു. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അതെന്താണെന്ന് അറിയുന്നവരോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റായിപ്പോയി എന്നെങ്കിലും പറയാൻ കഴിയണം. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന സംസ്ഥാനത്തിന് ഇത്തരം വികലമായ പ്രവൃത്തിയിലൂടെ എത്രമാത്രം ധനനഷ്ടമുണ്ടായി എന്നെങ്കിലും ചിന്തിച്ചാൽ നല്ലത്. കൊണ്ടാലേ പഠിക്കൂ എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത് എത്ര സത്യം. പല പ്രാവശ്യം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം നടത്തിയ മലക്കം മറിയലുകൾ നിരീക്ഷിക്കേണ്ടി വന്ന പരമോന്നത നീതിപീഠം ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്? സ്വാമിയേ ശരണമയ്യപ്പ, നീ തന്നെ നിന്നെ കാത്തോളണേ.